PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 മാർച്ച് 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവനാ ചോദ്യങ്ങളുടെ സെറ്റ് 3 ആണ്. ഇന്ന് നമ്മൾ ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനാ ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവനാ ചോദ്യങ്ങളുടെ 20 സെറ്റ് ഓൾറെഡി നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളുടെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഇന്ന് ആനുകാലിക സംഭവങ്ങളുടെ പ്രസ്താവനാ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. സെറ്റ് 3. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കുക, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകൾ നമുക്ക് വായിക്കാം. എ പ്രസ്താവന പറയുന്നു, IIT മദ്രാസിന്റെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസ് ആരംഭിച്ചത് സാൻസിബാറിലാണെന്നാണ് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. IIT മദ്രാസിന്റെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസ് ആരംഭിച്ചത് സാൻസിബാറിലാണെന്നാണ് എ എന്ന് പറയുന്ന പ്രസ്താവന പറയുന്നത്. നമ്മൾ ഇന്ന് ഒരുമിച്ചാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, പ്രസ്താവന വായിക്കും, അതിൽ ശരി ഏത് തെറ്റ് ഏത് ഇത് നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോന്നിനും കിട്ടുന്ന മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക. ലാസ്റ്റ് മാർക്ക് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എ എന്ന് പറയുന്ന പ്രസ്താവന ഞാൻ വായിച്ചു. എന്താണ്? IIT മദ്രാസിന്റെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസ് ആരംഭിച്ചത് സാൻസിബാറിലാണെന്ന് പറയുന്നു. അടുത്ത ബി എന്ന് പറയുന്ന പ്രസ്താവന നോക്കുക. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യമാണ് USA എന്ന് പറയുന്നു. ബി എന്ന് പറയുന്ന പ്രസ്താവന എന്താണ് പറയുന്നത്? ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യമാണ് USA എന്ന് പറയുന്നു. അടുത്ത സി എന്ന പ്രസ്താവന പറയുന്നത് നോക്കുക. അടുത്തിടെ ചാര ഉപഗ്രഹമായ മലിഞ്ഞോങ് 1 വിക്ഷേപിച്ച രാജ്യമാണ് ഉത്തര കൊറിയ എന്ന് പറയുന്നു. അല്ലെ, മൂന്നാമത്തെ പ്രസ്താവന നോക്കുക. അടുത്തിടെ ചാര ഉപഗ്രഹമായ മലിഞ്ഞോങ് 1 വിക്ഷേപിച്ച രാജ്യമാണ് ഉത്തര കൊറിയ എന്ന് പറയുന്നു. അടുത്ത ഡി എന്ന് പറയുന്ന ഒരു പ്രസ്താവന നോക്കുക. സ്വവർഗ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാൻ സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നു. അപ്പൊ ഡി എന്ന് പറയുന്ന പ്രസ്താവന നോക്കുക. സ്വവർഗ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാൻ സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ 4 പ്രസ്താവന വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ശരിയുത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ളത് തെറ്റ് ഏതെന്നാണ്. ഈ 4 പ്രസ്താവനയിൽ തെറ്റ് ഏതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. അതായത് 4 ഈ തന്നിട്ടുള്ള 4 തെറ്റെന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന പ്രസ്താവനയാണ്. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കിട്ടുകയാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം പറയുന്നു, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. എന്നിട്ട് 2 പ്രസ്താവന ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. പ്രസ്താവന 1 പറയുന്നു, ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന 3ാമത്തെ ഇന്ത്യക്കാരിയാണ് വൈശാലി രമേഷ് ബാബു എന്ന് പറയുന്നു. അല്ലെ, എന്താണ്? ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന 3ാമത്തെ ഇന്ത്യക്കാരിയാണ് വൈശാലി രമേഷ് ബാബു എന്ന് പറയുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു, പ്രസ്താവന 2, കൊനേരു ഹംപിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യക്കാരി എന്ന് പറയുന്നു. അല്ലെ, പ്രസ്താവന 2 നോക്കുക. കൊനേരു ഹംപിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യക്കാരി എന്ന് പറയുന്നു. ഇങ്ങനെ 2 പ്രസ്താവന വായിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടും ശരിയാണോ, അതിൽ ഏതൊക്കെയാണ് ശരി എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിയുത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് ഈ പറയുന്ന 2 പ്രസ്താവനകളും ശരിയാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 2 പട്ടികകളാണ് 3ാമത്തെ ചോദ്യത്തിൽ അല്ലെ. പട്ടിക 1ഉം പട്ടിക 2ഉം. അപ്പൊ നോക്കുക, 1ാമത്തെ പട്ടികയിൽ അഗ്നിപർവ്വതവും അല്ലെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ 1ാമത്തെ പട്ടികയിലെ 1ാമത്തെ പോയിന്റ് നോക്കുക. മെറാപ്പി അഗ്നിപർവ്വതം അല്ലെ, മെറാപ്പി അഗ്നിപർവ്വതം എന്ന് കൊടുത്തിരിക്കുന്നു. അതായത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മെറാപ്പി അഗ്നിപർവ്വതം, അതിന് നേരെ ഇന്തോനേഷ്യ എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്തത് ഡിജിറ്റൽ ഷെങ്കൺ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം എന്ന് കാണാം പട്ടിക 1-ൽ. അതിന് നേരെ പട്ടിക 2-ൽ ദക്ഷിണ കൊറിയ എന്ന് കൊടുത്തിരിക്കുന്നു അല്ലെ. അടുത്തത് നോക്കുക, നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യമെന്ന് കൊടുത്തിരിക്കുന്നു. അതിന് നേരെ അസർബൈജാൻ കൊടുത്തിരിക്കുന്നു. 2024 കാലാവസ്ഥാ ഉച്ചകോടി വേദി കൊടുത്തിരിക്കുന്നു. അതിന് നേരെ ഫ്രാൻസ് കൊടുത്തിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുക.
ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ ശരി ഉത്തരം പറയാം. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെ അതിൽ ആദ്യമായിട്ട് ശരിയായിട്ട് വരുന്നത്. നോക്കുക, മെറാപ്പി അഗ്നിപർവ്വതം ഇന്തോനേഷ്യയിലാണ്. ഇത് കറക്റ്റാണ്. 1A മെറാപ്പി അഗ്നിപർവ്വതം ഇന്തോനേഷ്യയിലാണ്. അടുത്തത് ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമെന്നാണ്. ഇത് ഫ്രാൻസ് ആണ്. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്നത് ഫ്രാൻസ്. അതായത് 2D വരും, 2D അല്ലെ, 1A 2D വരും. അടുത്ത 3 നോക്കുക, നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം എന്ന് പറയുന്നത് ദക്ഷിണ കൊറിയയാണ് അല്ലെ. ഈ നായമാംസം ദക്ഷിണ കൊറിയയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കുക, 2024 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് അസർബൈജാൻ. അപ്പോൾ നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ 3 ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുള്ളവർക്ക് 3 മാർക്ക് ലഭിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഒരു പേജിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അടുത്ത ഒരു പേജ് നമുക്ക് നോക്കാം. അടുത്ത പേജിൽ നോക്കുക, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. 4ാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. നോക്കുക, 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ എ എന്ന് പറയുന്ന പ്രസ്താവന നോക്കുക, രാജ്യത്തിന് പുറത്ത് നടക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ആവണി ചതുർവേദി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. നോക്കുക, പ്രസ്താവന രാജ്യത്തിന് പുറത്ത് നടക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ആവണി ചതുർവേദി എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്ത 2ാമത്തെ പ്രസ്താവന നോക്കുക, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ് എന്ന് കൊടുത്തിരിക്കുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണെന്ന് കൊടുത്തിരിക്കുന്നു. അടുത്ത ഒരു പ്രസ്താവന നോക്കുക, അടുത്തിടെ നാഡ 1 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഗുസ്തിതാരമാണ് പൂജ ദണ്ഡ എന്ന് കൊടുത്തിരിക്കുന്നു അല്ലെ. അടുത്തിടെ നാഡ 1 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഗുസ്തിതാരമാണ് പൂജ ദണ്ഡ എന്ന് കൊടുത്തിരിക്കുന്നു. ഇനി 4ാമത്തെ പ്രസ്താവന നോക്കുക, 54ാമത് IFFIയിൽ ഇന്ത്യക്ക് സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പ്രത്യേക പുരസ്കാരം നൽകിയത് ദീപിക പദുകോണിനാണ് എന്ന് കൊടുത്തിരിക്കുന്നു. എന്താണ് 4ാമത്തെ പ്രസ്താവന? 54ാമത് IIFIയിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പ്രത്യേക പുരസ്കാരം നൽകിയത് ദീപിക പദുകോണിനാണെന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. നിങ്ങൾ ആ തെറ്റ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു അല്ലെ. ഇവിടെ തെറ്റെന്ന് പറയുന്നത് D എന്ന് പറയുന്ന ഈ ലാസ്റ്റത്തെ ഓപ്ഷനാണ് ഇവിടെ തെറ്റിപ്പോയത്. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് വീണ്ടും 1 മാർക്ക് കൂടി കിട്ടുകയാണ്. അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കാനാണ് അല്ലെ. പ്രസ്താവന 1 നോക്കുക, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണെന്ന് പറയുന്നു അല്ലെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ് എന്നാണ് പ്രസ്താവന 1 പറയുന്നത്. പ്രസ്താവന 2 പറയുന്നത് നോക്കുക, സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെ. എന്താണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് വിജയവാഡയിലെ അംബേദ്കർ പ്രതിമയുടെ പേരെന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ പ്രസ്താവന 2 പറയുന്നു സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് വിജയവാഡയിലെ അംബേദ്കർ പ്രതിമയുടെ പേരെന്ന് പറയുന്നു. ഇങ്ങനെ 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് 2 പ്രസ്താവനകൾ അല്ലെ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരി എന്ന് പറയുന്നത് C ആണ്. അതായത് 2 പ്രസ്താവനകളും ശരിയാണ്. മുകളിൽ പറഞ്ഞിട്ടുള്ള 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് ചക്കിട്ടപ്പാറ എന്ന് കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെന്റർ ബംഗളൂരു എന്ന് കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് എന്ന് കൊടുത്തിരിക്കുന്നു. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് വൃന്ദാവൻ മധുര എന്ന് കൊടുത്തിരിക്കുന്നു അല്ലെ. ഈ ജോഡികളൊക്കെ ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഈ ജോഡികൾ അല്ലെ, നിങ്ങളുടെ ഉത്തരം ഈ ജോഡികളൊക്കെ ശരിയാണോ നിങ്ങളൊന്ന് നോക്കുക അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് ചക്കിട്ടപ്പാറ എന്ന് കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെന്റർ ബംഗളൂരു എന്ന് കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈസ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് എന്ന് കൊടുത്തിരിക്കുന്നു. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് വൃന്ദാവൻ മധുര എന്ന് കൊടുത്തിരിക്കുന്നു അല്ലെ. ഇനി നിങ്ങൾ കണ്ടുപിടിച്ച ആ ഒരു ഉത്തരം ഈ ഓപ്ഷനിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങളുടെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് D എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന 4 ജോഡികളും ശരിയാണെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ 6ാമത്തെ ഇവിടെ D ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ജോഡികളും ശരിയാണ്. അടുത്ത 7ാമത്തെ നോക്കുക, തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. 7ാമത്തേത് നോക്കുക,
അതിൽ 4 പ്രസ്താവനകളുണ്ട്. അതിൽ എ എന്ന് പറയുന്ന ആദ്യത്തെ പ്രസ്താവന നോക്കുക. ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഗയാന എന്ന് പറയുന്നു. എന്താണ്? ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഗയാന എന്ന് പറയുന്നു. അടുത്ത ബി ഓപ്ഷൻ നോക്കുക. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ സമീപകാലത്ത് തീരുമാനിച്ച രാജ്യമാണ് കസക്കിസ്ഥാൻ എന്ന് പറയുന്നു. എന്താണ്? ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ സമീപകാലത്ത് തീരുമാനിച്ച രാജ്യമാണ് കസക്കിസ്ഥാൻ എന്ന് പറയുന്നു. അടുത്ത സി ഓപ്ഷൻ നോക്കുക. 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നു. എന്താണ് സി ഓപ്ഷൻ അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്? 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നു. അടുത്ത ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നോക്കുക. ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന തുവാലു രാജ്യത്തിലെ പൗരന്മാർക്ക് അഭയം നൽകുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നു. എന്താണ് ഡി ഓപ്ഷൻ പറയുന്നത്? കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന തുവാലു രാജ്യത്തിലെ പൗരന്മാർക്ക് അഭയം നൽകുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവന ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇതിൽ തെറ്റ് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ തെറ്റെന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഡി ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുന്നു. അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ശരി ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസ്താവന 1 നോക്കുക. AI സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ 28 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബ്ലച്ച്ലി ഉടമ്പടി എന്ന് പറയുന്നു. പ്രസ്താവന 1 പറയുന്നു AI സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ 28 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബ്ലച്ച്ലി ഉടമ്പടി എന്ന് പറയുന്നു. പ്രസ്താവന 2 എന്താണ് പറയുന്നത് നോക്കാം. ശക്തമായ ഒരു വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നതിന് ഇന്ത്യക്കൊപ്പം സെമി കണ്ടക്ടർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് യൂറോപ്യൻ യൂണിയൻ ആണെന്ന് പറയുന്നു. അല്ലെ, എന്താണ് പറയുന്നത്? ശക്തമായ ഒരു വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നതിന് ഇന്ത്യക്കൊപ്പം സെമി കണ്ടക്ടർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് യൂറോപ്യൻ യൂണിയൻ ആണെന്ന് പറയുന്നു. അല്ലെ, ഇങ്ങനെ 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടി ശരിയാക്കിയവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ജോഡിയാണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ ജോഡി ഒരു 4 ജോഡി കൊടുത്തിട്ടുണ്ട്. നോക്കുക. 2024 ബ്രിക്സ് സംഘടനയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ എന്ന് കൊടുത്തിരിക്കുന്നു. ഒരു ജോഡി. അടുത്തൊരു ജോഡി നോക്കുക. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി ഉഗാണ്ട എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്തത് 2ാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിന്റെ വേദി ദുബായ് എന്ന് കൊടുത്തിരിക്കുന്നു. പ്രഥമ അണ്ടർ-19 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാവുന്ന രാജ്യം ഇംഗ്ലണ്ട് എന്ന് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ 4 ജോഡികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരി ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. 2024 ബ്രിക്സ് സംഘടനയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ എന്ന് കൊടുത്തിരിക്കുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി ഉഗാണ്ട എന്ന് കൊടുത്തിരിക്കുന്നു. 2ാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിന്റെ വേദി ദുബായ് എന്ന് കൊടുത്തിരിക്കുന്നു. പ്രഥമ അണ്ടർ-19 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാവുന്ന രാജ്യം ഇംഗ്ലണ്ട് എന്ന് കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഈ ഓപ്ഷനിലുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് എ ആണ്. 1, 2, 3 ആദ്യം പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകൾ 3 ജോഡികൾ ശരിയാണെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ 9 എ ആണ് ശരിയായിട്ടുള്ളത്. അത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. നോക്കുക. തെറ്റായ ഓരോ ഇത് കൊടുത്തിരിക്കുന്ന നോക്കുക. 4 പ്രസ്താവനകളുണ്ട്. അതിൽ എ പ്രസ്താവന നോക്കുക. 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. എന്നാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ. അവാർഡുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സാധ്യതയുള്ളത് ഓടക്കുഴൽ അവാർഡ് തന്നെയാണ്. പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഓടക്കുഴൽ അവാർഡ് പഠിക്കണം, വയലാർ അവാർഡ് പഠിക്കണം, എഴുത്തച്ഛൻ അവാർഡ് പഠിക്കണം. ഇതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഓടക്കുഴൽ അവാർഡിന്. അതേപോലെ തന്നെ നമ്മുടെ സരസ്വതി സമ്മാനം പഠിക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ സരസ്വതി സമ്മാനം പഠിക്കണം. അതും ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബുക്കർ സമ്മാനങ്ങൾ 2 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസും ബുക്കർ പ്രൈസും അത് 2 പഠിക്കണം. ബുക്കർ ഇന്റർനാഷണൽ പ്രൈസും നോർമൽ ബുക്കർ പ്രൈസും പഠിക്കണം കേട്ടോ. അതൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അപ്പോൾ നോക്കുക. എ എന്ന് പറയുന്ന 1ാമത്തെ ഓപ്ഷൻ 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ മാർക്ക് ചെയ്യുക.
അടുത്തത് ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നോക്കുക. ഓടക്കുഴൽ അവാർഡിന് PN ഗോപികൃഷ്ണനെ അർഹനാക്കിയ കൃതിയുടെ പേരാണ് കവിത മാംസഭോജിയാണെന്ന് കൊടുത്തിരിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ഓടക്കുഴൽ അവാർഡിന് PN ഗോപികൃഷ്ണനെ അർഹനാക്കിയ കൃതിയുടെ പേരാണ് കവിത മാംസഭോജിയാണെന്ന് കൊടുത്തിരിക്കുന്നു. സി എന്ന് പറയുന്ന പ്രസ്താവന നോക്കുക. മികച്ച പ്രകടനത്തിനുള്ള അർജുന അവാർഡ് 2023 ലഭിച്ച മലയാളിയാണ് M ശ്രീശങ്കർ എന്ന് കൊടുത്തിരിക്കുന്നു. മികച്ച പ്രകടനത്തിനുള്ള അർജുന അവാർഡ് 2023 ലഭിച്ച മലയാളിയാണ് M ശ്രീശങ്കർ എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്ത ലാസ്റ്റ് പ്രസ്താവന നോക്കുക. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് KR മീരയാണെന്ന് കൊടുത്തിരിക്കുന്നു. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് KR മീരയാണെന്ന് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ തെറ്റെന്ന് പറയുന്നത് D എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ്താവനയാണ് അല്ലെ. D എന്ന് പറയുന്ന 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുന്നു. അടുത്ത 2 പട്ടികയാണ് ചേരുംപടി ചേർക്കാനാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ പട്ടിക 1 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പട്ടിക വരുന്നത് അല്ലെ. പട്ടിക 2 സിനിമ വരുന്നു. നോക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്നു ചേരുംപടി ചേർക്കുക. മികച്ച ജനപ്രിയ ചിത്രം, അതിന് നേരെയുള്ള കോളത്തിൽ കാശ്മീർ ഫയൽസ്. മികച്ച സിനിമ റോക്കറ്ററി, ദ നമ്പി എഫക്ട്. ദേശീയോദ്ഗ്രഥനത്തിനുള്ള പുരസ്കാരം ഗോദാവരി. മികച്ച സംവിധാനത്തിലുള്ള അവാർഡ് RRR എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് തെറ്റാണോ ശരിയാണോ? ഇത് ശരിയാക്കി മാച്ച് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. മികച്ച ജനപ്രിയ ചിത്രം ഇതിൽ നിന്നും ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. മികച്ച ജനപ്രിയ ചിത്രം, അതേപോലെ മികച്ച സിനിമ, ദേശീയോദ്ഗ്രഥനത്തിനുള്ള പുരസ്കാരം, മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് എന്നിവ കണ്ടുപിടിച്ചതിന് ശേഷം ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഉണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് ഏതാണോ അത് മാർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ബി ആണ് ശരിയായിട്ട് വരുന്നത്. ബി, അതായത് ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോകാം അല്ലെ. ഇത് ആദ്യം ഒന്ന് ഓർത്തിരിക്കേണ്ടത് 69ാമതാണ്. ഈ നമ്പർ പ്രധാനപ്പെട്ടതാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. ഇതിലെ മികച്ച ചിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരുന്നു? RRR എന്ന സിനിമയായിരുന്നു അല്ലെ. 3 R എന്ന് എഴുതിയിട്ടുണ്ട്. RRR. അതേപോലെ മികച്ച ജനപ്രിയ ചിത്രമാണ് RRR. മികച്ച സിനിമ ഏതായിരുന്നു? മികച്ച സിനിമ റോക്കട്രി, ദ നമ്പി എഫക്ട് അല്ലെ. R മാധവൻ സംവിധാനം ചെയ്ത സിനിമയാണ് റോക്കട്രി, ദ നമ്പി എഫക്ട്. അടുത്ത ദേശീയോദ്ഗ്രഥനത്തിനുള്ള പുരസ്കാരം ഏതാണ് ലഭിച്ചിട്ടുള്ളത്? അത് നമ്മുടെ കാശ്മീർ ഫയൽസ് എന്ന സിനിമയ്ക്കായിരുന്നു ദേശീയോദ്ഗ്രഥനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ച സിനിമ ഏതായിരുന്നു? അത് ഗോദാവരി ആയിരുന്നു അല്ലെ. ഗോദാവരി ആയിരുന്നു. മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഗോദാവരിക്കായിരുന്നു. അപ്പോൾ ഓക്കെ, ഇതൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോകുക. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്ക് 1ാമത്തെ പ്രസ്താവന നോക്കാം. ക്രിമിനൽ നിയമങ്ങളെ അടിമുടി പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ലോകസഭയിൽ അവതരിപ്പിച്ച ബില്ലുകളാണ് ഭാരതീയ സാക്ഷ്യ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ ന്യായ സംഹിത എന്നിവ അല്ലെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അടുത്തിടെ വന്നൊരു പരിഷ്കാരമാണ്. പേര് മാറ്റിയതാണ് അല്ലെ. എന്താണെന്ന് അല്ലെ, പേര് മാറ്റിയതാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ യൂണിഫോം തസ്തികകൾക്കാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കും. പക്ഷേ LDC, LGS പോലുള്ള അതിലൊക്കെ അതിൻ്റെ പെരിഫറൽ ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ളൊരു ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. ഡീപ്പായിട്ടുള്ള സാധ്യതയില്ല. ഇതേപോലെ ചോദിക്കാം. അതിൻ്റെ പേര് മാറ്റിയിട്ട് എന്ത് പേരാക്കി എന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ പെരിഫറൽ ആയിട്ടുള്ള ആണെന്നാലും നിങ്ങൾ ഇതിന്റെ ആ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ നോക്കുക, ഇവിടെ 1ാമത്തെ പ്രസ്താവന പറയുന്നു, ക്രിമിനൽ നിയമങ്ങളെ അടിമുടി പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ലോകസഭയിൽ അവതരിപ്പിച്ച ബില്ലുകളാണ് ഭാരതീയ സാക്ഷ്യ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ ന്യായ സംഹിത എന്നിവ. അടുത്ത 2ാമത്തെ പ്രസ്താവന നോക്കുക. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി അവതരിപ്പിച്ച നിയമമാണ് ഭാരതീയ സാക്ഷ്യ സംഹിത എന്ന് പറയുന്നു അല്ലെ. എന്ന് പറയുന്നു എന്നാണ് ഈ 2ാമത്തെ പ്രസ്താവന പറയുന്നത്. എന്താണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി അവതരിപ്പിച്ച നിയമമാണ് ഭാരതീയ സാക്ഷ്യ സംഹിത എന്ന് പറയുന്നു. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത 3ാമത്തെ പ്രസ്താവന നോക്കുക. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി അവതരിപ്പിച്ച നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്നു. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി അവതരിപ്പിച്ച നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്നു. പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. 4ാമത്തെ പ്രസ്താവന പറയുന്നു, ഇന്ത്യൻ പീനൽ കോഡ് അല്ലെ, IPC, ഇന്ത്യൻ പീനൽ കോഡിന് പകരം അവതരിപ്പിച്ചതാണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നു അല്ലെ. ഇങ്ങനെ 4 പ്രസ്താവനകൾ ഞാനിവിടെ വായിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക.
ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉത്തരം കിട്ടി എഴുതിയെന്ന് മനസ്സിലാവുന്നു. ഉത്തരം എ ആണ്, ഓപ്ഷൻ എ ആണ് വരുന്നത്. അതായത് ഈ പറയുന്ന 4 പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അതുകൊണ്ട് 12 എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് ലഭിക്കുകയാണ്. അടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സംബന്ധിച്ച ശരിയായ ജോഡികളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ നമ്പർ ഓർക്കുന്നുണ്ടല്ലോ, 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ്. മികച്ച നടനുള്ള അവാർഡിന് മമ്മൂട്ടിയെ അർഹനാക്കിയ ചിത്രം നൻപകൽ നേരത്ത് മയക്കം എന്ന് കൊടുത്തിരിക്കുന്നു. മികച്ച നടനുള്ള അവാർഡിന് മമ്മൂട്ടിയെ അർഹനാക്കിയ ചിത്രം നൻപകൽ നേരത്ത് മയക്കം എന്ന് കൊടുത്തിരിക്കുന്നു. അതേപോലെ വിൻസി അലോഷ്യസിനെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹയാക്കിയ ചിത്രം രേഖ എന്ന് കൊടുത്തിരിക്കുന്നു. വിൻസി അലോഷ്യസിനെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹയാക്കിയ ചിത്രം രേഖ എന്ന് കൊടുത്തിരിക്കുന്നു. മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡിന് മഹേഷ് നാരായണനെ അർഹനാക്കിയ ചിത്രം അറിയിപ്പ് എന്ന് കൊടുത്തിരിക്കുന്നു. നോക്കുക, മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡിന് മഹേഷ് നാരായണനെ അർഹനാക്കിയ ചിത്രം അറിയിപ്പ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 3 ജോഡി നോക്കി. ഇനി അടുത്തൊരു ജോഡി കൂടെ ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ജോഡിയാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നോക്കുക, ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രം എന്നാത്താൻ കേസുകൂട് എന്നാണെന്ന് പറയുന്നു. ജനപ്രീതിയും കലാമേന്മയും ഉള്ള ചിത്രം എന്നാത്താൻ കേസുകൂട് എന്നാണ് എന്ന് പറയുന്നു. ഇവിടെ 13ാമത്തെ അല്ലെ, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ശരിക്കും എ ആണ്. എ 1 2 3 4 ഈ പറഞ്ഞ 4 ജോഡികളും ശരിയാണ് എന്നതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നമ്മുടെ ഈ കേരള PSC 65ാം വാർഷിക വിശേഷാൽ പതിപ്പായിട്ട് ഇറക്കിയിട്ടുള്ള പുസ്തകത്തിലെ ആ പുസ്തകം ഒരു LDC LGS കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒരു പുസ്തകമല്ല. അതിന്റെ ക്ലാസ്സുകൾ, ഒട്ടുമിക്ക ക്ലാസ്സുകളും പ്രധാനപ്പെട്ടത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയും കുറെ ഇടാനുണ്ട്, അതൊക്കെ ഇടുന്നുണ്ട്. പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളെല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത്. എന്തായാലും നമ്മളത് തീർക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ KAS പോലുള്ള പരീക്ഷകൾക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന പുസ്തകമാണത്. അതുകൊണ്ട് നിങ്ങളത് വെറുതെ ഈ ഒരു പരീക്ഷയോടുകൂടി തള്ളിക്കളയരുത്. നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് കുറേശ്ശെ പഠിച്ചു മാറ്റാൻ ശ്രമിക്കണം. കോൺസ്റ്റിറ്റ്യൂഷനും കേരളം ഭരണവും സംവിധാനവും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക്സും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ നോക്കുക. അപ്പോൾ 14ാമത്തെ ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 14ാമത്തെ ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. 2 പ്രസ്താവനയുണ്ട്. എന്നിട്ട് ഇതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന 1 നോക്കുക. 2023 അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും മുൻ സർവ്വവിജ്ഞാനകോശം ഡയറക്ടറുമായ വ്യക്തിയാണ് വെള്ളായണി അർജുനൻ എന്ന് പറയുന്നു. അല്ലെ, എന്താണ്? 2023 അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും മുൻ സർവ്വവിജ്ഞാനകോശം ഡയറക്ടറുമായ വ്യക്തിയാണ് വെള്ളായണി അർജുനൻ എന്ന് പറയുന്നു. പ്രസ്താവന 2 പറയുന്നത് നോക്കുക. 3 ഡിലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് വെള്ളായണി അർജുനൻ എന്ന് പറയുന്നു. 3 ഡിലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് വെള്ളായണി അർജുനൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരി ഏതൊക്കെ എന്നാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശരി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ശരി, ഇതിൽ C ആണ് ശരിയായിട്ട് വരുന്നത്. അതായത് ഈ പറഞ്ഞ 2 പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടെ ലഭിക്കുകയാണ്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. 15ാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. നോക്കുക, പ്രസ്താവനകൾ കാണുക. പ്രസ്താവന എന്നിട്ട് എന്ത് ചെയ്യണം? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടിട്ട് അതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ശരി ഏതെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ 2 പ്രസ്താവനകളും നമുക്ക് നോക്കാം. പ്രസ്താവന 1 പറയുന്നത് നോക്കുക. ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിങ്ങനെ 3 പ്രധാന കവാടങ്ങളുള്ള പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് വിമൽ ഹസ്മുഖ് പട്ടേലാണ് എന്ന് പറയുന്നു. പ്രസ്താവന 1 എന്താണ് പറയുന്നത്? ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിങ്ങനെ 3 പ്രധാന കവാടങ്ങളുള്ള പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് ആരാണ്? വിമൽ ഹസ്മുഖ് പട്ടേലാണെന്ന് പറയുന്നു. പ്രസ്താവന 2 പറയുന്നു, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിക്കാൻ അധികാര ചിഹ്നമായ ചെങ്കോൽ പ്രധാനമന്ത്രിക്ക് കൈമാറിയ ശൈവ മഠമായ തിരുവാവതുറൈ അധീനം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാന സംസ്ഥാനത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിക്കാൻ അധികാര ചിഹ്നമായ ചെങ്കോൽ പ്രധാനമന്ത്രിക്ക് കൈമാറിയ ശൈവ മഠമായ തിരുവാവതുറൈ അധീനം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാന സംസ്ഥാനത്തിലാണെന്ന് പറയുന്നു. ഇങ്ങനെ 2 പ്രസ്താവന വായിച്ചു. ഇതിലേതാണ് ശരി, ഏതൊക്കെയാണ് ശരി എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു.
ഇതിൽ ശരിയുത്തരമായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് എ ആണ്. അതായത് പ്രസ്താവന 1 ശരിയാണ് 2 തെറ്റാണെന്നാണ് പറയുന്നത്. പ്രസ്താവന 1 ശരിയാണ് 2 തെറ്റാണ്. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അടുത്ത 16ാമത്തെ ചോദ്യമാണ് തെറ്റായ ജോഡി. ഞാൻ ശരിക്കും നിങ്ങളെ ഈ PSC ബുള്ളറ്റിനിലെ ഈ പ്രസ്താവന ചോദ്യങ്ങളെ ഒന്ന് പരിശീലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തെറ്റായ ജോഡി ഏതെന്ന് കണ്ടുപിടിക്കുക. നോക്കുക, 4 ജോഡി കൊടുത്തിട്ടുണ്ട്. വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട് എന്ന് കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം എന്ന് കൊടുത്തിരിക്കുന്നു. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡൗക്കി ലാൻഡ് പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ എന്ന് കൊടുത്തിരിക്കുന്നു. ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ആരംഭിച്ച ഗോഡ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബംഗാൾ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്, ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം എന്ന് കൊടുത്തിരിക്കുന്നു. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡൗക്കി ലാൻഡ് പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ എന്ന് കൊടുത്തിരിക്കുന്നു. ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ആരംഭിച്ച ഗോഡ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബംഗാൾ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഡി ആണ് ഇവിടെ തെറ്റായ ജോഡിയായിട്ട് വന്നിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിച്ചു. അടുത്ത 17ാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക എന്നിട്ട് ശരി ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. 17ാമത്തെ ചോദ്യം. പ്രസ്താവന 1 നമുക്ക് നോക്കാം. ഊർജ്ജ ഉറവിടങ്ങളെയും പാരിസ്ഥിതിക അപകട സാധ്യതകളെയും വിലയിരുത്താൻ 10,000 മീറ്റർ കുഴിക്കുന്ന രാജ്യമാണ്, അല്ലെ 10,000 മീറ്റർ കുഴിക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നു. ഊർജ്ജ ഉറവിടങ്ങളെയും പാരിസ്ഥിതിക അപകട സാധ്യതകളെയും വിലയിരുത്താൻ 10,000 മീറ്റർ കുഴിക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നു. പ്രസ്താവന 2 നോക്കുക. ഗ്ലോബൽ മീഡിയ വാച്ച് ഡോഗ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് 2023 പുറത്തുവിട്ട ലോക മാധ്യമ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണെന്ന് പറയുന്നു. ഒന്നുകൂടി നോക്കുക. ഗ്ലോബൽ മീഡിയ വാച്ച് ഡോഗ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് 2023 പുറത്തുവിട്ട ലോക മാധ്യമ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണെന്ന് പറയുന്നു, അല്ലെ. ഇങ്ങനെ 2 പ്രസ്താവന ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അല്ലെ, 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ഒരെണ്ണം നോക്കുക. 18ാമത്തെ ചോദ്യം നോക്കുക. 18ാമത്തെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്. അല്ലെ, നോക്കുക. ഇവിടെ 1ാമത്തെ പ്രസ്താവന പറയുന്നു കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റിന് അർഹയായത് PT ഉഷയാണെന്ന് പറയുന്നു. 1ാമത്തെ പ്രസ്താവന കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റിന് അർഹയായത് PT ഉഷയാണെന്ന് പറയുന്നു. 2ാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണെന്ന് പറയുന്നു. എന്താണ്? പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളമാണെന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന നോക്കുക. 5 ലക്ഷം വനിതകൾ ചേർന്ന് കുടുംബശ്രീയുടെ ചരിത്രമെഴുതുന്ന രചനയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണെന്ന് പറയുന്നു, അല്ലെ. ഇങ്ങനെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി എന്നാണ് നോക്കേണ്ടത്. നമുക്കത് അടുത്ത പേജിലാണ് കിടക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇതിൽ അടുത്ത പേജിലാണത് വരുന്നത്. നോക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്ഷൻസ് അല്ലെ എ ബി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഈ പറയുന്ന 3 പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 3 പ്രസ്താവനകളും കൊടുത്തിരുന്ന 3 കാര്യങ്ങളും ശരിയാണ്. അപ്പോൾ അടുത്ത ഒരു 19ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 19ാമത്തെ ചോദ്യം. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന. ഞാൻ ആ പ്രസ്താവനകളൊക്കെ ഒന്ന് വായിക്കാം, നിങ്ങളൊന്ന് കേൾക്കുക. ഒന്നാമത്തെ പ്രസ്താവനയാണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യമാണ് ശ്രീലങ്ക എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എ പ്രസ്താവന നോക്കുക. നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യമാണ് ശ്രീലങ്ക എന്ന് കൊടുത്തിരിക്കുന്നു. 2ാമത്തെ പ്രസ്താവന നോക്കുക. 2024 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് കാംബോ വെർദെ എന്ന് കൊടുത്തിരിക്കുന്നു. 2024 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് കാംബോ വെർദെ എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്ത
മൂന്നാമത്തെ പ്രസ്താവന നോക്കുക. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ എന്ന് കൊടുത്തിരിക്കുന്നു. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്ത 4ാമത്തെ ഡി പ്രസ്താവന നോക്കുക. ഗ്ലോബൽ ഫയർ പവർ 2024 റാങ്കിംഗ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നു. ഗ്ലോബൽ ഫയർ പവർ 2024 റാങ്കിംഗ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണെന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകൾ വായിച്ചു. ഇതിൽ തെറ്റ് ഏത് എന്ന് കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. എ ആണ് ഇവിടെ തെറ്റിപ്പോയതായിട്ട് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുന്നു. അടുത്ത ഒരു ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. 2 പ്രസ്താവനകളുണ്ട് അല്ലേ? എന്നിട്ട് ശരി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യണം. നിങ്ങൾ ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും കാണുന്നുണ്ട്, നല്ല കമൻ്റൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും നിങ്ങളിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 20ാമത്തെ ചോദ്യം 2 പ്രസ്താവനയുണ്ട്. അതിൽ ശരി കണ്ടുപിടിക്കാനാണ്. പ്രസ്താവന 1 നോക്കുക. പ്രസ്താവന 1, വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിവാ കേരള. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിവാ കേരള ചോദിച്ചിട്ടുണ്ട്. നോക്കുക. അപ്പോൾ വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിവാ കേരള. ആ വിവാ കേരള പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് മൈലപ്ര എന്ന് പറയുന്നു. ഇതാണ് 1ാമത്തെ പ്രസ്താവന. വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിവാ കേരള. വിവാ കേരള പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് മൈലപ്ര എന്ന് പറയുന്നു. 2ാമത്തെ പ്രസ്താവന നോക്കുക. ആലപ്പുഴ ജില്ലയിലാണ് മൈലപ്ര പഞ്ചായത്ത് എന്ന് പറയുന്നു അല്ലെ? ഇങ്ങനെ 2 പ്രസ്താവനയാണ്. ആലപ്പുഴ ജില്ലയിലാണ് മൈലപ്ര പഞ്ചായത്ത് എന്നും പറയുന്നു. ഈ 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരി അല്ലെങ്കിൽ ശരികൾ ഏതൊക്കെയെന്നുള്ളതാണ്. നിങ്ങൾ ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിയായിട്ടുള്ളത് പ്രസ്താവന 1 ശരി 2 തെറ്റെന്നുള്ള എ ആണ് അല്ലെ? പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ്. അപ്പോൾ ഇത്രയും ശരിയാക്കിയിട്ടുള്ളവർക്ക് 20 മാർക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. കാരണം ഇനി റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ പോകുന്ന നമ്മുടെ പോയിന്റുകളൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്നും പുസ്തകത്തിൽ നിന്നുമൊക്കെയാണ്. ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾക്ക് ഓരോ പരീക്ഷ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകളൊക്കെ കണ്ടവർ പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് മനസ്സിലാകും. നമ്മുടെ ചാനലിൽ നമ്മൾ എടുത്തുപോയ പല വിഷയങ്ങളും അത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും കണ്ടാലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ അവിടെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നേരിട്ടല്ല ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. ഉദാഹരണത്തിന് നമ്മുടെ മെയ് 11 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ആദ്യത്തെ പരീക്ഷ നോക്കിയാൽ മനസ്സിലാകും. ധനനയത്തെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് പഠിച്ചവർക്ക് ഉറപ്പായിട്ടും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ അത് നേരിട്ടും അല്ല ചോദിക്കുന്നത്. അതായത് ഈ പുസ്തകത്തിൽ നിന്ന് ചോദിക്കുകയും ചെയ്യും, എന്നാൽ ഡയറക്റ്റും ആയിരിക്കത്തില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ പുസ്തകം പഠിക്കുമ്പോൾ ഒരു വഴിപാട് പോലെ പഠിച്ചിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് നല്ല ശ്രദ്ധയോടുകൂടി കൃത്യമായിട്ട് ഈ ക്ലാസ്സുകളും എല്ലാം കാണുക, പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പുസ്തകം തന്നെയാണ് ഇത്. അതുമാത്രമല്ല നമ്മുടെ ക്ലാസ്സുകൾ അതിനെ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. നന്നായിട്ട് പഠിക്കുന്നവർക്ക്, ആത്മാർത്ഥമായി രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെടുന്നവർക്ക്, റിവിഷൻ ചെയ്യുന്നവർക്ക് എല്ലാം ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.